ട്രിപ്പിൾ ഓം ശാന്തി. അപ്പൊ നമ്മൾ നക്ഷത്രത്തിന്റെ ഇത് വെച്ച് വന്ന് അതിപ്പോ അന്നത്തെ വീഡിയോ ഞാൻ ഈ 3 വീഡിയോ അപ്പൊ 3 വീഡിയോ സാധാരണഗതിയിൽ ഒരു 10 മിനിറ്റിന്റെ റെക്കോർഡ് ചെയ്ത് വെക്കും ഒരു ദിവസം കേട്ടോ. അതിപ്പോ എന്നും ചെയ്യൊന്നുമില്ല, ചില ദിവസങ്ങളിൽ ചെയ്യാറേ ഇല്ല. കാരണം അത്യാവശ്യം ബാക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ക്യാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോണിലും ഒന്നാമത് സ്ഥലം കുറവാണ്. അപ്പൊ ഞാൻ ഓരോരോ സ്ഥലം ഒഴിവാക്കി ക്ലിയർ ആക്കി കൊണ്ടുവരണുള്ളൂ. ഇനി നമ്മളെ ഈ ഫരിസ്ത എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. പിന്നെയും കാരണം ഫരിസ്തയിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ആത്മ ബിന്ദു രൂപം, പരമാത്മ ബിന്ദു. എന്താ ബിന്ദു? തൂവെള്ള പ്രകാശം, പ്രകാശ ബിന്ദു, സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകം പരന്താമം. പരന്താമത്തിൽ ബാബയെ കാണാൻ പറ്റില്ല. ഈ പരന്താമം ഇന്നിപ്പോ സത്യം പറഞ്ഞാല് ഒരുപാട് യോഗികൾക്ക് കാണാൻ കഴിയും. ആ പരന്താമം തന്നെയാണ് ഈശ്വരൻ, ബ്രഹ്മം തന്നെയാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും, അതെന്താന്ന് വെച്ചാൽ പലർക്കും അവരുടെ ദിവ്യ നേത്രം കൊണ്ട് പരന്താമം കാണാൻ കഴിഞ്ഞിട്ട്. പക്ഷെ ബാബയെയും ഡ്രാമയെയും ബാക്കിയുള്ള ബാബ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളും അത് അറിയാനും കാണാനും കഴിയുന്നത് ഈ സനാതന ധർമ്മത്തിൽ 33 കോടിയിൽ നമ്പർ 6 പുരുഷാർത്ഥം ചെയ്യുന്ന 9,16,908 ഇവർ കാണുന്നത് ശരിക്കും ആ നമ്പർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് സിമ്പിളായിട്ടും കാണാൻ കഴിയുക. അത് ആധാരം ബാബയെ ശരിക്കും കാണാൻ ശരിക്കും ബാബയുടെ കളർ എന്താണ് ഒന്നും നോക്കണ്ട, ആത്മാവിന്റെ കളർ നോക്കിയാൽ മതി. ആത്മാവ് എന്താണോ അത് തന്നെയാണ് ബാബ. പക്ഷെ ആത്മാവില് കറ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ കറ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മൾ ശരീരത്തിനെ ക്ലിയർ ആക്കിക്കൊണ്ടേയിരിക്കും. ശരീരത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എത്ര ലെവലിൽ ഇത് പവിത്രമാവുന്നു അതിനനുസരിച്ച് ആത്മാവിനെ വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. സിമ്പിളായിട്ട് കണ്ടിട്ട് വെറുതെ ആത്മാവായിട്ട് ഇരുന്നാൽ പോരാ, ഫരിസ്തയാവണം. ഫരിസ്തയുടെ നേരെ വീണ്ടും ആത്മാവണം, പിന്നെ ലക്ഷ്മി നാരായണനാവണം, പൂജ്യനാവണം, വീണ്ടും ബ്രാഹ്മണനാവണം. ഈ ചക്രം ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വളരെ സഹജമായിട്ട് 5000 വർഷത്തെ ബാബ തന്നിട്ടുള്ള ചക്രം കറക്കി നമുക്ക് വളരെ സിമ്പിളായിട്ട് ആവാൻ കഴിയും. വളരെ സിമ്പിൾ ആണോ? വളരെ സിമ്പിളാണിത്. എന്നാ വളരെ റിസ്ക് ആണോ? വളരെ റിസ്ക് ആണ്. അമ്മായിപ്പന്റെ വീട്ടിൽ പോകണം അത്ര എളുപ്പമുള്ള പരിപാടിയില്ല. വളരെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഒരു കോടീശ്വരനെ സംബന്ധിച്ച് വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. ആളുടെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ ആയിരിക്കും. ആ 20 ലക്ഷം വരുമാനത്തിന് വേണ്ടി അദ്ദേഹം എടുത്ത റിസ്ക് സാധാരണ തലത്തുനിന്ന് വന്നിട്ട് 20 ലക്ഷം ഡെയിലി വരുമാനം എടുക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 50 ലക്ഷം വരുമാനം എടുക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോടികൾ തന്നെ, ഒരു ദിവസത്തെ വരുമാനം കോടി തന്നെയുള്ള സാധാരണ വ്യക്തികൾ ഉണ്ടായിരിക്കും. അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ റിസ്ക്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അത് അത്രയും റിസ്ക് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമുക്കും. നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം റിസ്ക് അനുസരിച്ച് പ്രാപ്തി ഉണ്ട്. എത്രത്തോളം സേവനം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള പ്രാപ്തി ഉണ്ട്. ഇത് 3 ചെയ്തുകൊണ്ടേയിരിക്കും. 3, 4 ജ്ഞാനം എടുത്തുകൊണ്ടേയിരിക്കുക, യോഗം ചെയ്തുകൊണ്ടേയിരിക്കുക, സേവനം ചെയ്തുകൊണ്ടേയിരിക്കുക, ധാരണ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് വിടരുത്. കുറേശ്ശെ ആണെങ്കിൽ കുറേശ്ശെ ചെയ്തുകൊണ്ടേയിരിക്കുക, കൂടുതലാണെങ്കിൽ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുക. ബാബ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പൊ ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ചാല്, കുറേ കാലം കഴിഞ്ഞിട്ട് ഒക്കെ അറിഞ്ഞാലേ ഇനിയിപ്പോ ലാസ്റ്റ് സമയത്ത് നമ്മളത് ചെയ്താൽ പോരെ. പറ്റൂല. അതുകൊണ്ടാണ് ബാബ ഇത് വിടാതെ. ബാബ എപ്പോഴും പറയും അമർ ബാബ എന്ന് പറഞ്ഞിട്ടൊരു വരദാനം തരുന്നുണ്ട്. അതായത് മരിക്കാതിരിക്കും, ബാബയെ വിടാതിരിക്കും. വിട്ടുപോയാൽ ഉറപ്പാണ് പിന്നെ അത് അവിടെ കെട്ടി കിടക്കും. ആ കെട്ടിലേക്ക് പോവാതിരിക്കും. കാരണം 63 ജന്മം കെട്ടി വന്ന് അവസാനം ആകെ ഊരാക്കുടുക്കിലായിട്ട് ആ ഊരാക്കുടുക്കിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. അത് പല വിധത്തിൽ. ഈ ബ്രഹ്മകുമാരീസിന്റെ മുരളിക്കെട്ട് പോലും കെട്ടാണ്. മുരളിക്കെട്ടല്ല ശരിക്കും, നമ്മൾ ദേവത ആവാൻ വേണ്ടിയിട്ടുള്ളൊരു കെട്ടാണ് മുരളിക്കെട്ട്.
കെട്ടും കെട്ടി ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ ശബരിമലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കെട്ടഴിച്ച് പിന്നെ തിരിച്ചു വരാനുള്ള കെട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ആ ശബരിമല ഏത് ശബരിമലയാണ്? പരന്താമമാകുന്ന ശബരിമല. അവിടേക്ക് എത്താനുള്ള ആ ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുരളി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് വിടരുത്, മുരളി വിടരുത് പറഞ്ഞ ബാബ പറഞ്ഞിട്ടുണ്ട്, ഒന്നും വിടരുത്. അവരവരുടെ ബുദ്ധിക്ക് അനുസരിച്ച്. ഇപ്പൊ മുരളിയിൽ 1 മണിക്കൂർ വെച്ച് ക്ലാസ്സിന് കേൾക്കാൻ പോണവരുണ്ടാവാം, ഓൺലൈനിൽ ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഓഫ്ലൈനിൽ ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വിടരുത്. ബാബ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ രീതിയിൽ എടുക്കുക. കാരണം ഇത് എടുക്കുന്നതിന്റെ ആധാരത്തിലാണ് പ്രജയിലേക്കും രാജ പദവിയിലേക്കൊക്കെ പോകും. കാരണം ഇത് അത്രയും ചിന്തിക്കേണ്ട കേസാണ്. ഒരു ദിവസം ഒരു പോയിന്റെങ്കിലും എടുത്ത് അതിനെ മനനം ചെയ്ത് ആ രീതിയിലേക്ക് ആവുന്നവരാരോ അവര് രാജപദവിയിലേക്ക് പോകും. അല്ലാത്തവർ ഒരു ദിവസം ഒരു പോയിന്റ് ഡെയിലി മുരളി വെക്കാം പോണം, അതെന്തായാലും പാട്ടി സിസ്റ്റർ ഇനിയിപ്പോ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ദീദി എന്താ വിചാരിക്കുക, ആദ്യം എന്താ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് പോണോന്ന് സേവനത്തിന് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒന്നും പോയാൽ പോലെ ഇത് ശരിക്കും മനനം ചെയ്താൽ തന്നെ, മനനം ചെയ്ത് ഓയിത്തീരെ തന്നെ വേണം. അതിന്റെ ആധാരത്തിലാണ് നമ്മളുടെ രാജപദവിയിലേക്ക് എത്തുക. അല്ലാത്തവർക്കും പദവിയുണ്ട്. അതാണ് പ്രജാപദവി, ദാസപദവി, അങ്ങനെയുള്ളതൊക്കെ എല്ലാ ദിവസവും മുരളിക്ക് പോകണുണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മളെ ബാബയെ ജനിച്ചതിന് ശേഷം അമൃതവേള ചെയ്യാതെ അങ്ങനത്തെ ഒരു മിസ്സിങ് വന്നിട്ടുണ്ടാവില്ല, മുരളി മുടക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യത്തിലും ഒരു മുടക്കില്ലാത്തൊരു വ്യക്തി പോലും ചിലപ്പോ തോറ്റുപോവാന്ന് പറഞ്ഞാല് ഫസ്റ്റിലേക്ക് എത്താൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ മനനം ചെയ്യുന്നുണ്ട്, മനനം ചെയ്തായിത്തീരെ ചില റിസ്ക് ഉള്ള പണി. എന്നിട്ട് ആയിത്തീര ബാബ പറഞ്ഞിട്ട് നിയമങ്ങൾ കടുപ്പിക്കുക. നിയമങ്ങൾ കടുപ്പിക്കാൻ തന്നെ ആര് കടുപ്പിക്കുന്നോ നിയമം അതിനനുസരിച്ച് ഡ്രാമയിലും അതുപോലുള്ള സീനുകൾ വരും. നിയമം ഒരു കൂട്ടർ കടുപ്പിച്ചു കഴിഞ്ഞാൽ ഡ്രാമ അതിനനുസരിച്ചുള്ള വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു കൂട്ടർ കടുപ്പിച്ചാൽ മതി, കുറച്ചു പേര്. ഒരിക്കലും ഇത് ഒരു ഗവൺമെന്റ് നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുന്ന സംഭവമല്ല. സ്വയം തോന്നിയിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭഗവാനിൽ അലിഞ്ഞു ചേരാൻ വേണ്ടി, അലിഞ്ഞങ്ങനെ ചേർന്നിട്ട് ഇല്ലാതെയാവണമെന്നില്ല. ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഓരോ ആത്മാക്കൾ തന്നെയാണ്. ശരീരം ഉണ്ടെന്നുള്ളൂ. ശരീരം ഉള്ളത് കൊണ്ട് നമുക്ക് കുറെ കെട്ടായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മസ്വരൂപമാണ്, ഞാൻ ഫോറിസ്റ്റാണ്, ഡബിളായിട്ട് ഫോറിസ്റ്റാണ്, ഞാൻ ലക്ഷ്മി നാരായണനാണ്, ഏറ്റവും ടോപ്പ് രാജയോഗിയാണ്, രാജ്യപദവിയിൽ ഇരുന്നവനാണ്, അതുകൊണ്ട് വീണ്ടും രാജപദവിയിലേക്ക് ഇരിക്കാൻ പോകും. ആ രീതിയിലേക്കുള്ള ചിന്തകൾ കൊണ്ടിരുന്നു. അല്ലാതെ ഞാൻ ആവൂലേ, ആയിത്തീരുവോ എന്നീ കാര്യങ്ങൾ ചിന്തിക്കുക. ആണ് എന്ന് ആദ്യം ചിന്തിക്കുക, അപ്പൊ വീണ്ടും ആയിത്തീരും. ആ രീതിയിലേക്ക് അങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിനെയും വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ പദവി ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കണം. ഞാനതാണ്, ഞാൻ കൽപ്പം എന്റെ ബാബ തന്ന അതേ പദവിയിൽ തന്നെ ഇരിക്കുകയാണ്. പരിസ്ഥയാണ്. പരിസ്ഥയായി കഴിഞ്ഞാൽ ഒരുപാട് സേവനങ്ങൾ അനവധിയാണ്. ഇത് ബാബ നമുക്ക് തന്നിട്ടുള്ള ഒരു അവസരമാണ്. വലിയ ഗവൺമെന്റ് സാധാരണ ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടും. ഇത് ഓൾമൈറ്റി ഗവൺമെന്റാണ്, പരമാത്മാ ഗവൺമെന്റിന്റെ ഒരു ജോലിയാണ്. പട്ടാളമാണ്. എന്ത് പട്ടാളം? ആത്മീയ പട്ടാളം. അപ്പൊ നമ്മൾ നന്നായിട്ട് പണിയെടുക്കുന്നത്. ഇപ്പൊ ഒരു പട്ടാളക്കാരനാന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിവിലിയന്റെ അവസ്ഥ എന്തായിരിക്കും? ചിലപ്പോ ഒരു സമയത്ത് പെട്ടെന്നൊരു വാറ് വരുന്നു, എണീറ്റ് ഓടിക്കൂളുക അടുത്ത സ്ഥലത്തേക്ക്. അപ്പൊ തോക്കും പീരങ്കിയൊക്കെ എടുത്ത് നേരെ പൊക്കോളുക. അവിടേക്ക് പോണ സമയത്ത് അവനവന്റെ ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ മറക്കരുത്. അതുപോലെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എപ്പോഴാണോ നിർദ്ദേശം കിട്ടണം അപ്പോൾ ഓടണം. ഓടിപ്പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും പാർട്ടുണ്ട്. ആ പാർട്ട് ഉപയോഗിച്ച് അവിടെ ചെയ്യേണ്ട സേവനം അവിടെ ചെയ്യണം.
ഇത്രയും സമയം ഞാനവിടെ ഇങ്ങനെ പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിൽ ചിന്തകൾ വന്നു തുടങ്ങി. പൊക്കോ, പോയി കണ്ടുപിടിക്കില്ല, കണ്ടു പഠിക്ക്. എന്തൊക്കെയാണ് കൽപ്പകൽപ്പം ചെയ്തത് അത് വീണ്ടും പോയി ചെയ്യും. നീ പൊക്കോ. എൻ്റെ ഇവിടുത്തെ പാർട്ട് ഏകദേശം മതി എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ തന്നെ വന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഞാനത് പ്രാക്ടീസ് ചെയ്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ട് എന്നോട് ഇറങ്ങി ഓടാനാണ് ബാബ പറയും. ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്ന് എന്താ പറയുക, ഒരു വാശിക്ക് പൊട്ടക്കിണറ്റിൽ ചാടി കഴിഞ്ഞാൽ മറുവാശിക്ക് നമുക്ക് പൊട്ടക്കിണറ്റിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ വളരെ നല്ല ബുദ്ധി ഉപയോഗിച്ച് തന്നെ ചെയ്യണം. എവിടെയാണ് സത്യയുഗം? നമ്മുടെ അഖണ്ഡ ഭാരതം, അഖണ്ഡ ഭാരതം, മുറിക്കാനേ പറ്റാത്ത ഭാരതം. ആ ഭാരതത്തിൽ എവിടെയാണ് സത്യയുഗം ആരംഭിക്കുന്നത്? അത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. ഇപ്പോ ആഫ്രിക്ക മുറിയുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ, ടെക്ടോണിക് പ്ലേറ്റുകൾ പലതും സ്ഥാനഭ്രംശം സംഭവിക്കും. പല സ്ഥലങ്ങളിലും വിനാശം കണ്ണുകൊണ്ട് കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. അതിൻ്റെയൊക്കെ ആധാരത്തിൽ ഓരോരുത്തർക്ക് അവരവരുടെ പാർട്ട് പിന്നെ ഒന്ന് ക്ലിയർ ആക്കാൻ തോന്നും. പക്ഷെ നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നത് ഈ ദിവ്യ ബുദ്ധിയിൽ തെളിയുമ്പോൾ അതിനനുസരിച്ച് മാറി പോയിക്കോളും. വിനാശം വരുമ്പോൾ മലയുടെ മുകളിലേക്ക് കയറിക്കോളും. ഏത് മലയുടെ മുകളിലേക്ക്? ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന മലയൊക്കെയല്ല, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാത്ത മല. പിന്നെ മലേന്റെ മേലെ ഇങ്ങനെ ഇരുന്നിട്ട് അയ്യോ വിനാശം കണ്ടോ, അവിടെയൊക്കെ നശിച്ചോണ്ടേയിരിക്കുന്നു, അയ്യോ എന്നാവി പിടിക്കാനല്ല അങ്ങോട്ട് വരണ്ടത്. അവിടെ ഇരുന്നിട്ടും ഈ വിനാശം സംഭവിക്കുന്നതിന്റെ ആധാരത്തിൽ അത്രയും കോടിക്കണക്കിന് ആത്മാക്കൾക്ക് സാവകാശം കൊടുക്കണം. ചെറിയ പണിയൊന്നല്ല. അങ്ങനെയൊക്കെ റെഡിയാണെങ്കിലേ ആ മലയ്ക്ക് എത്തുള്ളൂ. ആ മലയിലിരുന്ന് ഇതൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് സത്യവും തുടങ്ങിയിട്ട് അങ്ങ് പോവാം പരന്താമത്തിലേക്ക്. അവിടെ നിന്ന് തന്നെ പോവാം. അതിനും തയ്യാറായിട്ടുള്ള കുറച്ച് പേരെങ്കിലും വേണ്ടേ? വേണം. കുറെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒരുപാട് അസുഖങ്ങളുള്ളവർക്കൊന്നും കയറാൻ പറ്റിയ സംഭവമല്ല മല കയറണമെന്നുണ്ടെങ്കിൽ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ തന്നെ വേണം. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വേണം. വളരെ സിമ്പിളായിട്ട് മല കയറി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. വിനാശം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, എന്നാ ചെറുതന്നെയാണ്. കൽപ്പം എങ്ങനെ വിനാശം സംഭവിച്ചു അതേപോലെ വിനാശം സംഭവിക്കും. പക്ഷെ കൽപ്പം എൻ്റെ പാർട്ട്. അയ്യോ ബാബ, ഞാൻ ആഗ്രഹിച്ചിരുന്ന വലിയ പാർട്ടായിരുന്നല്ലോ. എന്നിട്ട് എന്താ ബാബ എന്നെ ആ വിനാശത്തിന്റെ തൊട്ട് മുമ്പ് എന്നെ കേരളത്തിൽ നിന്ന് മാറ്റാഞ്ഞത്? അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ട് ആ ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റിന്റെ മേലെ നിന്ന് അപ്പുറത്തെ ടെക്ടോണിക് പ്ലേറ്റിലേക്ക് ആക്കാഞ്ഞത് എന്ന് പറയരുത്. കാരണം എന്താന്ന് വെച്ചാൽ ദിവ്യബുദ്ധി തെളിഞ്ഞാൽ തന്നെ അങ്ങോട്ടാക്കോളൂ. യോഗികൾക്ക് മാത്രം. എത്ര യോഗികൾ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല ഈ സമയത്ത്. പക്ഷെ എല്ലാവരും ഉണ്ടാവും. ചില ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഇടയിൽ വേറെ സ്ഥലങ്ങളിലുള്ള സേവനം, അതിനെല്ലോ ഒന്നിച്ച് നശിക്കണമൊന്നുമില്ല. ചില ടെക്ടോണിക് പ്ലേറ്റുകളുടെ മേലെ ഭാരതത്തിലത്തെ ഇപ്പോഴത്തെ പല സ്ഥലങ്ങളും തന്നെ പീസായിട്ടൊക്കെ പോകും. പക്ഷെ ഒരിക്കലും മുറിയാത്ത ഭാരതം, അഖണ്ഡ ഭാരതം, അവിടേക്ക് പോവാൻ 9 ലക്ഷം പേര് പറന്നു വന്ന് അവിടെ പാട്ട് അഭിനയിച്ചു. പക്ഷെ അവിടേക്കും മനുഷ്യർ പോണം. മനുഷ്യർ പോയിട്ട് അവിടെ നിലവിൽ മനുഷ്യരുണ്ടാവും, അവര് കുറെ ഒലിച്ചു പോവും. പക്ഷെ അവിടെ നമ്മുടെ ഈ ഭാരതം ആരംഭിക്കാൻ വേണ്ടി അവിടെ വേണ്ട കാര്യങ്ങൾ മുന്നേ കൂട്ടി കൊച്ചിയടിച്ച് തറയടിച്ച് സ്വർഗം സ്ഥാപിച്ച് അവിടെ ആരംഭിക്കുന്ന ആ സത്യയുഗത്തിന് വേണ്ടി ഒരുപാട് പേര് ഇപ്പൊ തന്നെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇനിയും ഒരുപാട് പേര് വേണം. കാരണം 9 ലക്ഷം പേരുടെ കൊട്ടാരങ്ങളും കൊട്ടാരക്കെട്ടുകളും ഒക്കെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് അവര് തന്നെ വന്ന് അവരുടെ രീതിയിൽ ആ രീതിയിൽ തന്നെ തയ്യാറാക്കണം. ഇത്രയും സ്വതന്ത്രമായിട്ട് 150 വർഷത്തേക്ക് ജീവിക്കുകയാണ്. ഒരു ജന്മം 150 വർഷം വീതം. 1250 വർഷത്തെ സത്യയുഗം, 1250 വർഷത്തെ ത്രേതായുഗം, പിന്നെ 1250 വർഷത്തെ ദ്വാപരയുഗം, വീണ്ടും 1250 വർഷത്തെ കലിയുഗം ആവുമ്പോൾ നമ്മൾ ഇതന്നെ പരിപാടി. എനിക്ക് തന്നെ പരിപാടി ഈ സമയത്ത്. പക്ഷെ
വീണ്ടും ഇത് മാറുകയാണ്, ഈ ചേഞ്ചിങ് വരികയാണ്. ഇപ്പൊ ഈ 5000 വർഷം കൂടുമ്പോ ഈ ചേഞ്ചിങ് വരുമ്പോ ഒന്നും നോക്കണ്ട, അച്ഛൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണം? അച്ഛന്റെ കൂടെ നല്ല കുട്ടിയായിട്ട് ആ പഴയ കൊരങ്ങനെ തട്ടി മാറ്റി പുതിയ കൊരങ്ങനാവുക. ഹനുമാൻ. പഴയ കുരങ്ങുണ്ടല്ലോ അതിനെ ഒഴിവാക്കിയിട്ട് പുതിയ കുരങ്ങനാവുക. അതാണ് ഹനുമാനായിട്ട് ആരാധിക്കപ്പെടുന്നത്. ഒരു ഹനുമാനാണോ ഉള്ളത്? നിരവധി ഹനുമാന്മാരുണ്ട്. ഒരു അയ്യപ്പനാണോ ഉള്ളത്? നിരവധി അയ്യപ്പന്മാരുണ്ട്. ഒരു ഗണപതിയാണോ ഉള്ളത്? നിരവധി ഗണപതികളുണ്ട്. ആ രീതിയിലേക്ക് ആയിത്തീരും. ഒരു കൃഷ്ണനാണുള്ളത്? നിരവധി കൃഷ്ണന്മാരുണ്ട്. ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്റെ ബാബ ദൂസര എന്നെ പോയി. ട്രിപ്പിൾ ഓം ശാന്തി.